വലിയ തോതിൽ കുറ്റകൃത്യങ്ങളൊന്നുമില്ലാത്ത ഒരു മനോഹരമായ ഗ്രാമം. അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ മോഷണങ്ങളാണ് ആകെ എത്തുന്ന പരാതികൾ. അത് അടക്കിയോ തേങ്ങയോ അങ്ങനെ ചെറിയ ചെറിയ മോഷണങ്ങൾ മാത്രമാണ് ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്നത്. ആ ഒരു മോഷണം നടത്തുന്നത് ആ ഗ്രാമത്തിൽ തന്നെ സുപരിചിതനായ ഒരു വ്യക്തിയും. എല്ലാ മോഷണ കേസിലും അദ്ദേഹത്തെ തന്നെ പോലീസ് പിടിക്കുന്നുമുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കെ ആ ഒരു ഗ്രാമത്തിലേക്ക് മുഖംമൂടി അണിഞ്ഞ ഒരു കൊലപാതകി എത്തുകയാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആ ഗ്രാമത്തിൽ അത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് അവിടുത്തെ പോലീസുകാർ. എന്നാൽ അവിടുത്തെ അല്ലറ ചില്ലറ മോഷണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോന്നിരുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ആ നാട്ടുകാരുടെ സ്വന്തം ഉജ്ജ്വലൻ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പറഞ്ഞു വരുന്നത് ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. അപ്പോൾ ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൻ്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്. ആരാണ് ആ മുഖംമൂടിക്ക് പുറകിൽ ഒളിച്ചിരിക്കുന്നത്, എന്തായിരിക്കും ഈ കൊലകളുടെ എല്ലാം മോട്ടീവ് തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം ചുരുളഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിലേക്ക് കേസ് അന്വേഷിക്കാനായിട്ട് മറ്റൊരു കഥാപാത്രം കൂടി എത്തുന്നു, സിജു വിൽസന്റെ കഥാപാത്രം. അങ്ങനെ ശംഭുവും ഉജ്ജ്വലനും അവരുടേതായ രീതിയിൽ കേസ് അന്വേഷിക്കുകയാണ്. ആരായിരിക്കും ആ കേസ് അന്വേഷണം കണ്ടെത്തുക, ആരായിരിക്കും യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുക തുടങ്ങിയതൊക്കെയാണ് ചിത്രത്തിലുള്ളത്. പൊതുവെ ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾ റോസ്റ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് പൊതുവെ ആൾക്കാർ ഉപയോഗിക്കാറ്. എന്നാൽ ആദ്യമായിട്ടല്ല കൂടിപ്പോയ രണ്ടോ മൂന്നാമത്തോ തവണയായിരിക്കും ഒരു ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഇങ്ങനെ സജഷന് വേണ്ടി മുമ്പോട്ട് വെക്കുന്നത്. ഒരു പുതുമുഖ സംവിധായകനെന്ന് എവിടെയും പറയിപ്പിക്കാത്ത രീതിയിലാണ് ചിത്രം അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും ചിലയിടങ്ങളിൽ ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിൽ ചെറിയ പിശക് പറ്റിയോ എന്നത് സംശയമാണ്. തികച്ചും വ്യക്തിപരമായ ഒപ്പീനിയൻ മാത്രമാണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റ് കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയം നസീറാണെങ്കിലും ബാക്കി സിജു വിൽസൺ ബാക്കി കഥാപാത്രങ്ങളൊക്കെ തന്നെയാണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയ ചേരുവകളെല്ലാം ചേർത്തിട്ട് നല്ലൊരു ത്രില്ലർ മെറ്റീരിയലായിട്ട് തന്നെയാണ് സംവിധായകൻ നമുക്ക് മുമ്പിലേക്ക് ഈ ഒരു ചിത്രം എത്തിച്ചിരിക്കുന്നത്. ഒരു ത്രില്ലർ ചിത്രം ആയതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലെ ട്വിസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ഥിരമായി ധ്യാൻ ശ്രീനിവാസ സിനിമകൾ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയും കാണുമെന്നറിയാം. പക്ഷേ പൊതുവെ അങ്ങനെ ഒരു ധ്യാൻ ശ്രീനിവാസൻ സിനിമയ്ക്ക് പോകാത്തവരാണ് നിങ്ങളെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്നും മറ്റൊരു നല്ല സിനിമ കിട്ടി എന്ന് തന്നെ പറയാം. കാരണം ധ്യാൻ ശ്രീനിവാസൻ്റെ മറ്റ് ചിത്രങ്ങൾ പോലെ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരും പറയുന്നത് പോലെ ഇതൊരു ബോംബ് പടമല്ല. മറിച്ച് സോഫിയ പോളിൻ്റെ കയ്യിൽ നിർമ്മാണം എത്തിയത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് ചിത്രം നമുക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം നല്ലൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞതായിരിക്കാം. നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പങ്കുവയ്ക്കുക. അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകുമല്ലോ. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.